PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ സന്നദ്ധത സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു. CPIയുടെ എതിർപ്പ് തള്ളിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനം. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും പിന്മാറില്ലെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുകയെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റപ്പെടേണ്ട കാര്യമില്ല. അത് ഫണ്ട് വാങ്ങിയിട്ട് കേരളത്തിന്റെ ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ ഊന്നിയൊന്നുകൊണ്ട് ഈ ഫണ്ട് വാങ്ങി ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിന്റെ സഹായം ചെയ്യണമെന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതിയാവും. അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്രട്ടറി പറഞ്ഞതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുവെന്ന് നിങ്ങൾ പറഞ്ഞതും ഞാൻ കേട്ട വിഷയമല്ല. എൻ്റെ അറിവും എൻ്റെ ബോധ്യവും ഉള്ളത് ഈ ഗവൺമെന്റിൽ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ക്യാബിനറ്റിലെ കാര്യം ആവശ്യമെങ്കിൽ ആലോചിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ PM-ശ്രീ. കാരണം രാഷ്ട്രീയമായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. മന്ത്രിസഭാ യോഗത്തിൽ വളരെ ഗൗരവമായ ചർച്ച നടത്താതെ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകരുതെന്നാണ് CPIയുടെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും അഭിപ്രായം, അല്ലേ? അങ്ങനെ ഞാൻ പറയാത്തൊരു കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? CPIയുടെ അഭിപ്രായം CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്. എൻ്റെ അഭിപ്രായം ഒരു ക്യാബിനറ്റിനകത്ത് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ ക്യാബിനറ്റിന് നിർദ്ദേശം ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല. ക്യാബിനറ്റ് ഞങ്ങൾ കൂട്ടായി ആലോചിക്കേണ്ട കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. നിലവിലുള്ള അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ അഭിപ്രായമായി അത് മുന്നോട്ട് പോവുകയാണ്. ചർച്ച ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്താണ് പറയുക. അല്ലാതെ ചർച്ച ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ആ കാര്യത്തിൽ വളരെ കൃത്യമായ അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഈ ഗവൺമെന്റിനും ഉണ്ട്. അങ്ങനെ NEP 2020 കൂട്ടിക്കെട്ടാൻ പറ്റുന്നതല്ല നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള നമ്മുടെ വിയോജിപ്പുകൾ ഉണ്ടാകുന്നത്. അത് ഇതുവരെ ആ വിധത്തിൽ അനുകൂലമായൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചർച്ച നടത്തണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതേസമയം PM-ശ്രീയിലെ CPIയുടെ എതിർപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒഴിഞ്ഞുമാറി. CPIയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് മന്ത്രി പറയുന്നത്. കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യം നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. CPIക്കാർ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം, പ്രശ്നമില്ല. നമ്മുടെ സ്കൂൾ കുട്ടികളെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം നമ്മളായിട്ട് കളയണ്ട. പത്രക്കാരും കൂടെ സജീവമായി നിൽക്കുക കുട്ടികളുടെ ഈ ആനുകൂല്യം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി. കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങി PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം BJP CPM അന്തർധാരയുടെ ഭാഗമാണെന്നായിരുന്നു KSUവിന്റെ ആരോപണം. CPI അടക്കമുള്ള സ്വന്തം മുന്നണിയിലെ പാർട്ടികളുടെ എതിർപ്പിനെ മറികടന്നുള്ള ഇത്തരം തീരുമാനത്തിലൂടെ സംഘ്പരിവാറിനെ പ്രീതിപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. കേന്ദ്രത്തിന്റെ ബ്രാൻഡിങ്ങിന് വഴങ്ങുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ തീരുമാനമെന്നും KSU നേതൃത്വം ആരോപിച്ചു.